CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ സംബന്ധിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ CPIയുടെ ദേശീയ നേതാവായ ആനി രാജയാണ് മത്സരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് CPI വെച്ച് പുലർത്തുന്നത്? തികഞ്ഞ ശുഭപ്രതീക്ഷ, വിജയപ്രതീക്ഷ. എല്ലാ വിശ്വാസവും ജനങ്ങളിലാണ്. ആ ജനങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥിയെ കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങൾ ജയിക്കും. ഈ ഇന്ത്യ മുന്നണിക്ക് ആ നിലയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് CPI. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന ആഗ്രഹമുണ്ടെന്ന് അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ആ നിലയിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. നേരത്തെ അക്കാര്യത്തിൽ ദേശീയ തലത്തിലൊരു അതൃപ്തിയും പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ആ ഒരു വിഷയത്തിൽ ഇപ്പോഴൊരു വിയോജിപ്പുണ്ടോ CPI സംബന്ധിച്ചിടത്തോളം? കോൺഗ്രസിന് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യം എന്താ? നിങ്ങൾ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് എവിടെയും പോയി മത്സരിക്കാം. പക്ഷെ ആ കോൺഗ്രസ് നേതാവിന് ദൂരക്കാഴ്ചയുണ്ടെങ്കിൽ, അദ്ദേഹമോ അദ്ദേഹത്തെ പറഞ്ഞേക്കുന്നവർക്കോ ദൂരക്കാഴ്ചയുണ്ടെങ്കിൽ അവർ ഉത്തരം പറയേണ്ടതായ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ 1-2 മാസങ്ങളായി CPI പറയുന്നുണ്ട്. ഇതുവരെ മറുപടിയില്ല. ആ മറുപടി വേണം. അത് പറഞ്ഞിട്ട് മത്സരിക്കട്ടെ. ഞങ്ങൾക്ക് ആരെയും ഭയമില്ല. രാഷ്ട്രീയ പോരാട്ടമല്ലേ. ഞങ്ങൾ ആദ്യമേ പറയുന്നുണ്ട്, കേരളത്തിലെ പോരാട്ടം LDFും UDFും തമ്മിലാണ്. വയനാട്ടിലും അതെ. അതുകൊണ്ട് വയനാട്ടിലേക്ക് മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധിയെ പറഞ്ഞയക്കുമ്പോൾ കോൺഗ്രസ് പറയേണ്ട ചില ഉത്തരങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ഒന്ന്, ഈ തിരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര സമരവേദി ഏതാണ്? 200-ന് മേൽ MP-മാരെ പറഞ്ഞയക്കുന്ന ഉത്തരേന്ത്യയാണോ, അതോ 20 MP-മാരെ മാത്രം പറഞ്ഞയക്കാൻ കഴിയുന്ന കേരളമാണോ ഈ സമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം? ഈ ഉത്തരം ഞങ്ങൾ കാത്തിരിക്കുന്നു. രണ്ടാമത്തേത്, ഇത്രയും തീവ്രമായിട്ടുള്ളൊരു രാഷ്ട്രീയ സമരത്തിൽ, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ ആരാണ് കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ എതിരാളി? RSS ആണോ അതോ ഇടതുപക്ഷമാണോ? RSS ആണ് എതിരാളിയെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഇവിടെയാണോ അതോ നോർത്ത് ഇന്ത്യയിലാണോ? ഒറ്റ MP-യെപ്പോലും BJPക്ക് ജയിപ്പിക്കാൻ കഴിയാത്ത, അതെല്ലാവർക്കും ബോധ്യമുള്ള കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി പറയാതെ പറയുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക് മുഖ്യ എതിരാളിയായിട്ട് RSSനെ കാണാൻ കഴിയുന്നില്ല എന്ന്. മുഖ്യ എതിരാളിയായിട്ട് അവർ ലെഫ്റ്റിനെ കാണുന്നുവെന്ന്. രാഷ്ട്രീയമായി അത് ശരിയാണോ എന്നും കൂടി കോൺഗ്രസ് പറയണം. ഞങ്ങൾ ഇതിനെ കാണുന്നത് ആത്യന്തികമായി രാഷ്ട്രീയമായിട്ടാണ്. രാഷ്ട്രീയ വീക്ഷണത്തിൽ രാഹുൽ ഗാന്ധിയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പാപ്പരത്വമുണ്ട്. ആ പാപ്പരത്വമാണ് പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടം കൂട്ടമായി BJPയിൽ ചേരുന്ന ആ കുത്തൊഴുക്കിന് കാരണമായത്. ആ പാപ്പരത്വമാണ് പുത്തൻ കോൺഗ്രസിൻ്റെ പ്രതിസന്ധി. ആ പ്രതിസന്ധി വയനാട്ടിലും കാണാം. മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ പൗരത്വ ഭേദഗതി വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ആ നിലയിൽ LDFും UDFും പൗരത്വ ഭേദഗതി വിഷയം തന്നെയാണ് പ്രചാരണങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടുന്നത്. അധികാരത്തിൽ വരികയാണെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് K. സുധാകരൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇടതുമുന്നണിക്ക് മുതൽ കൃത്യമായ നിലപാടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി മലപ്പുറം ജില്ലയിലും നടന്നിരുന്നു. സ്വാഭാവികമായും CPI ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാന വിഷയമായി ന്യൂനപക്ഷവും കാണുന്നില്ലേ? വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ ആ നിലയിൽ ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ. പൗരത്വ ഭേദഗതി ബിൽ, NCR, NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺഷിപ്പ്, ഇത് രണ്ടും വന്നത് പാർലമെൻറ്റിലാണ്. അത് വന്നപ്പോൾ പാർലമെൻറ്റിൽ ഓരോ പാർട്ടിയും എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് ഇപ്പോൾ ഇന്ത്യക്കറിയാം. CPI എങ്ങനെ പ്രതികരിച്ചു, CPM എങ്ങനെ പ്രതികരിച്ചു, കോൺഗ്രസ് പാർട്ടി എങ്ങനെ പ്രതികരിച്ചുവെന്ന് ആർക്കും നോക്കിയാൽ കാണാം. പാർലമെൻ്ററി ഡിബേറ്റ്സിൻ്റെ രേഖകളുണ്ട്. ആ രേഖകൾ നോക്കിയാൽ കാണാൻ കഴിയും. എണ്ണത്തിൽ കുറവായിരിക്കും ഞങ്ങൾ CPIയും CPMും. പക്ഷേ ഏറ്റവും ശക്തമായി രാഷ്ട്രീയമായിട്ടുള്ള ഉൾക്കാഴ്ചയോടുകൂടി മൂർച്ചയുള്ള രീതിയിൽ ആ ഫാസിസ്റ്റ് നിയമത്തെ, ന്യൂനപക്ഷ വിരുദ്ധ നിയമത്തെ, ഇന്ത്യ അല്ലാതാക്കി മാറ്റുന്ന ഭേദഗതി നിയമത്തെ, പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമാണ് എന്ന് പറയുന്ന ഏറ്റവും തലതിരിഞ്ഞ ആശയത്തെ മുൻവയ്ക്കുന്ന ആ പ്രകൃത നിയമത്തെ എതിർക്കാനായി കയ്യും മെയ്യും മറന്ന് പോരാടിയത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്.
അത് കാണുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ. കോൺഗ്രസ് എങ്ങനെ അവിടെ ചാഞ്ചാടി കളിച്ചുവെന്നും ഒളിച്ചുപോയി എന്നും അവർ കണ്ടതാണ്. ഇക്കാര്യത്തിൽ ഇടതു സർക്കാർ ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ ഇതിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ ഇടതു സർക്കാർ ചില കേസുകൾ എടുത്തിരുന്നു. അത് ഈ ഒരു ഘട്ടത്തിൽ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ 800-ലധികം കേസുകൾ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗും അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF ഇതിനെതിരെ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം ഇതിൽ സംസ്ഥാന സർക്കാരിന് ഇടതു മുന്നണിക്ക് ഉൾപ്പെടെ ആ നിലയിൽ ഒരു ഇരട്ടത്താപ്പുണ്ടെന്നാണ്. കാരണം ഈ കേസുകളൊക്കെ ആ നിലയിൽ ഉണ്ടായതാണ്. വിജ്ഞാപനം ഇറങ്ങിയ സമയത്ത് പോലും പ്രക്ഷോഭം സംഘടിപ്പിച്ചവർക്കെതിരെ ഇടതു സർക്കാർ കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പാർലമെൻറ്റിൽ ആ നിയമം പെറ്റുവീണ പാർലമെൻറ്റിൽ മിണ്ടാൻ കൂട്ടാക്കാത്ത കോൺഗ്രസിനെ പറ്റി പറയാൻ ഭയപ്പെടുന്ന UDF, ആ കോൺഗ്രസ് വഞ്ചനയെപ്പറ്റി മിണ്ടാൻ ഭയപ്പെടുന്ന ലീഗ്, അവരെല്ലാം കളിക്കുന്ന എത്രയും പരിഹാസമായ കളിയല്ലേ ഇത്. ഇവിടെ കുളം കുഴിക്കുമ്പോഴത്തേക്ക് എന്താ കുറ്റി പറയുന്ന കാര്യം എന്താ? ഞങ്ങളെതിരാണ് ആ നിയമത്തിന്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കേസും പിൻവലിക്കുമെന്ന് പറഞ്ഞ ആൾ മുഖ്യമന്ത്രിയാണ്. അത് പൂർണ്ണമായിട്ടും പാലിക്കപ്പെടും. സാങ്കേതികമായ ഏതെങ്കിലും കേസുകൾ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് കോടതിയിൽ തന്നെ പരിഹാരം ഉണ്ടാക്കണം. ആ നിയമത്തിൻ്റെ പ്രാഥമിക പാഠമാണ്. ആ പ്രാഥമികമായ പാഠത്തെപ്പോലും മറന്നുകൊണ്ട് ഏതെങ്കിലും ആളുകൾ പറയുന്നുവെങ്കിൽ അതിൻ്റെ പിറകിൽ അന്ധമായ രാഷ്ട്രീയമാണ്. അവർക്കെല്ലാം ഉത്തരവുണ്ട്. പൈവളിക പഞ്ചായത്തിൽ പൗരത്വ നിയമത്തിന് വേണ്ടി മുൻകൈയെടുത്ത BJPയുടെ അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് പാർട്ടി കൈപൊക്കി പിന്താങ്ങി. ഇപ്പോൾ സംഭവിച്ച കാര്യമാണ്. കൈപൊക്കിയ കോൺഗ്രസിന് കൂടെ കൂടാൻ അവിടെ ലീഗ് വിസമ്മതിച്ചു. അത് പൈബളിക മാത്രമല്ല, അത് മലപ്പുറത്തുമുണ്ട്, വയനാട്ടിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. BJPക്ക് വേണ്ടി കൈപൊക്കാനും BJPക്ക് വേണ്ടി ആളെ കൊടുക്കാനും BJPക്ക് വേണ്ടി കാലുമാറാനും ഒക്കെ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ഈ നീക്കത്തോട് എങ്ങനെയും സന്ധി ചെയ്യുമെന്നോ എങ്ങനെയും കൂടെ പോകുമെന്നോ ലീഗ് പറയുന്നില്ല. അതാണ് പൈവളികയിലെ 2 ലീഗ് MPമാർ അല്ലെ പഞ്ചായത്ത് മെമ്പർമാർ കാണിച്ചത്. അവർ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠം കോൺഗ്രസ് പഠിക്കുക. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്. CPM ആണെങ്കിലും ഇടതുമുന്നണിയാണെങ്കിലും CPI ആണെങ്കിലും. പക്ഷേ മുസ്ലിം ലീഗിനെ ആ നിലയിൽ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്താണെങ്കിലും മലപ്പുറത്തുൾപ്പെടെ ഇടതുമുന്നണി അല്ലെങ്കിൽ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ലീഗിനെ ആ നിലയിൽ രാഷ്ട്രീയപരമായി തന്നെ എതിരിടാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ സ്വാഭാവികം പൈവളികയിലെ BJP പ്രമേയത്തിനെതിരായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ പോകാൻ അവർ തയ്യാറായോ? BJP പ്രമേയത്തിൽ കോൺഗ്രസ് പിന്താങ്ങി, ലീഗ് പിന്താങ്ങിയില്ല. ആ ലീഗിനെ എതിർക്കണോ ഞങ്ങൾ? കോൺഗ്രസിൻ്റെ കൂടെ ലീഗ് പോയെങ്കിൽ എതിർക്കാൻ ഞങ്ങൾ. കോൺഗ്രസ് കൂടി BJPക്ക് വേണ്ടി കൈപൊക്കിയപ്പോഴും ഞങ്ങൾ കൈപൊക്കില്ല എന്ന് പറഞ്ഞതിന് ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല ലീഗിനെ. ഞങ്ങൾ മണ്ടന്മാരല്ലല്ലോ, രാഷ്ട്രീയം കാണുന്നവരല്ലേ ഞങ്ങൾ. ലീഗ് BJPക്ക് വേണ്ടി പോയാൽ, കോൺഗ്രസിൻ്റെ കൂടെ കൂടിയിട്ട് BJPയിലേക്ക് ആളെ കൊടുക്കുന്ന പാർട്ടിയായിട്ട് ലീഗ് മാറിയാൽ ഞങ്ങൾ വിമർശിക്കും. മാറാത്ത കാലം വരെ ഞങ്ങൾ എന്തിനു ലീഗിനെ വിമർശിക്കണം? അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് മുന്നണിയിലേക്ക് മുസ്ലിം ലീഗിനെ സ്വാഗതം ചെയ്യുന്ന പലതരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വന്നിരുന്നു. പ്രിമച്വർ. രാഷ്ട്രീയത്തിൽ എല്ലാത്തിനും സന്ദർഭങ്ങളുണ്ട്. സന്ദർഭങ്ങളെയും പക്വതയെയും നോക്കാതെ എന്തും കയറി എവിടെയും വിളിച്ചു പറയുക CPI ശൈലിയല്ല. അവസാനമായി സംസ്ഥ ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായ സംഘടനകളെ ഒരു കാലം വരെ ആ നിലയിൽ യാഥാസ്ഥികവാദങ്ങൾക്കെതിരെയൊക്കെ വിമർശനം ഉന്നയിച്ചിരുന്നു. CPI ആണെങ്കിലും CPM ആണെങ്കിലും ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ആ ഒരു സമുദായ സംഘടനകളെ ചേർത്ത് വെക്കുന്ന രീതിയാണ് കാണുന്നത്. എല്ലാ മതങ്ങളിലും പുത്തൻ കാലം മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഈ കാലം ആഗോളവൽക്കരണ കാലമാണ്. പണമാണ് എല്ലാം എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ മതം വന്നിരിക്കുകയാണ്. ഒരു പുതിയ മതമായി പണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർത്തി പുതിയ മതമായി. ആർത്തി എന്ന പുതിയ മതം, ആ മതം ലാഭത്തെ ദൈവമാക്കുന്നു. ആ ദൈവത്തിൻ്റെ വാഴാനുള്ള കമ്പോളമാക്കി ദേവാലയമാക്കി അവർ കമ്പോളത്തെ കാണുന്നു. കമ്പോളം ദേവാലയമാകുന്നു, പണം ദൈവമാകുന്നു, ആർത്തി മതമാകുന്നു. അതാണ് ലോകത്തെ പുതിയ മാറ്റം. ഈ മാറ്റം എല്ലാ മതങ്ങളും കാണുന്നുണ്ട്. അതേപ്പറ്റി ഏറ്റവും വ്യക്തമായും കൃത്യമായും പറയുന്ന ഒരു മതമേധാവി ലോകത്തുണ്ട്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ മാറ്റം എല്ലാ മതങ്ങളിലുമുണ്ട്. മുസ്ലിം ലീഗിനകത്തുമുണ്ട്, മുസ്ലിം മതത്തിലുമുണ്ട് ആ മാറ്റം. ലീഗിനകത്തല്ല, മുസ്ലിം മതത്തിനകത്തും ആ മാറ്റമുണ്ട്. മുസ്ലിം മതത്തിൻ്റെ മാനവിക ഭാഗം, ധാർമ്മികമായ പാഠം, സ്നേഹത്തിൻ്റെ മാർഗം, ശ്രേഷ്ഠതയുടെ മാർഗം, അതെല്ലാം പറയുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ മതവിശ്വാസം പറയുന്നുണ്ട്. ഈ പോക്ക് കമ്പോളത്തിൻ്റെയും ലാഭത്തിൻ്റെയും പണത്തിൻ്റെയും വേദാന്തങ്ങൾ എല്ലാത്തിനെയും വിഴുങ്ങുന്ന ഈ കാലാവസ്ഥയിൽ
മതങ്ങൾക്കുള്ളിലുണ്ടാകുന്ന ഒരു പുതിയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ മതങ്ങളും മാറുന്നുണ്ട്. ആ മാറ്റത്തെ ഞങ്ങൾ കാണുന്നുണ്ട്. അവസാനമായി അങ്ങേക്ക് പോകണമെന്നറിയാം. ഈ ഇടതു സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായൊരു പിന്തുണ സ്വാഭാവികമായ ന്യൂനപക്ഷങ്ങൾക്ക് നിലകൊള്ളുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. സമസ്ത ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുടെ പിന്തുണ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുമെന്നൊരു ഉറച്ച ബോധ്യമുണ്ട്, അങ്ങനെ പറയാം. സമസ്ത ഉൾപ്പെടെ മാറുന്ന ലോകത്തെ, മാറുന്ന ഇന്ത്യയെ, മാറുന്ന കേരളത്തെ ഉൾക്കൊള്ളുന്ന എല്ലാ ന്യൂനപക്ഷങ്ങളും ഞങ്ങളെ പിന്താങ്ങും. സമസ്ത തീർച്ചയായിട്ടും ഞങ്ങളെ പിന്താങ്ങും. സമസ്ത മാത്രമല്ല, BJP രാഷ്ട്രീയത്തിൻ്റെ ആപത്തിനെപ്പറ്റി അറിയുന്നവർ, ആ BJPയോടൊപ്പം ചങ്ങാത്തം കൊള്ളാൻ പോകുന്ന കോൺഗ്രസിൻ്റെ പോക്കിൻ്റെ വഞ്ചനയെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾ, അവരെല്ലാം ഞങ്ങളെ പിന്താങ്ങും. അതുതന്നെയാണ് വളരെ ആത്മവിശ്വാസത്തിൽ തന്നെ ആ നിലയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായൊരു പിന്തുണ സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടാകും. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ അണികളിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന ഒരു പ്രതികരണമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ TVയോട് നടത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.